തലമുറയ്ക്ക് അറിയില്ല. 1966 മുൻപ് ഇന്ത്യൻ രൂപ കേവലം ഇന്ത്യയുടെ മാത്രം ദേശീയ കറൻസി ആയിരുന്നില്ല. മറിച്ച് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളായ കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, ട്രൂഷ്യൻ സ്റ്റേറ്റ് UAE, ഏഡൻ, യമൻ, കെനിയ, ടാൻസാനിയ, ഉഗാണ്ട, സീഷെൽസ്, മൗറീഷ്യസ് എന്നീ രാജ്യങ്ങളിലും ഇതേ RBI അച്ചടിച്ച ഇതേ കറൻസിയാണ് വിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡോളർ ഉപയോഗിക്കുന്നത് പോലെ. അന്നം തരുന്ന നാടിന്റെ വിനിമയം ഇന്ത്യൻ രൂപയിലായിരുന്നു എന്ന് കേൾക്കുമ്പോൾ ചെറിയ വിഷമം തോന്നുന്നുണ്ടല്ലേ? മുന്നോട്ട് കേൾക്കുമ്പോൾ ദേശസ്നേഹമുണ്ടെങ്കിൽ സങ്കടം കൂടുകയുള്ളൂ. 1966 ഇന്ദിരാഗാന്ധി US സമ്മർദ്ദത്തിന് വഴങ്ങി രൂപയുടെ മൂല്യം 30% കുറച്ചതോടെ ഈ പദവി നഷ്ടമായി. ഈ തീരുമാനം ഗൾഫ് രാജ്യങ്ങളിൽ രൂപയുടെ വിശ്വാസ്യത തകർക്കുകയും അവർ സ്വന്തം കറൻസികൾ ഡോളറുമായി ബന്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പലർക്കും അറിയില്ലായിരിക്കാം, എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ രൂപ കേവലം ഒരു ദേശീയ കറൻസി മാത്രമായിരുന്നില്ല. കാഠ്മണ്ഡു മുതൽ കുവൈറ്റ് വരെയും കിഴക്കൻ ആഫ്രിക്ക മുതൽ തെക്ക് കിഴക്കൻ ഏഷ്യ വരെയും വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രാദേശിക സാമ്പത്തിക അച്ചുതണ്ടായിരുന്നു അത്. US ഡോളർ ലോകം കീഴടക്കുന്നതിന് മുൻപ് ലോകത്തെ ചലിപ്പിച്ചിരുന്നത് രൂപയായിരുന്നു. അന്ന് സ്വർണ്ണക്കടത്തും കറൻസി ആർബിട്രേജും നിയന്ത്രിക്കുന്നതിനായി ഇന്ത്യ ഒരു പ്രത്യേക ഓഫ്ഷോർ കറൻസി പുറത്തിറക്കിയിരുന്നു, ഗൾഫ് രൂപ. ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ എന്നാൽ ചുവപ്പ് നിറത്തിൽ അച്ചടിച്ച Z എന്ന പ്രിഫിക്സോട് കൂടിയ ഈ കറൻസി ആയിരുന്നു UAE, ഖത്തർ, ഒമാൻ, ബഹ്റിൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ ദൈനംദിന വ്യാപാരത്തെ നയിച്ചിരുന്നത്. സ്വാഭാവികമായും ഇന്ത്യ ഒരു പ്രാദേശിക സാമ്പത്തിക ശക്തിയായിരുന്നു. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ കെനിയ, ഉഗാണ്ട, ടാൻസാനിയ തുടങ്ങിയ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ പോലും രൂപയെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിച്ചിരുന്നത്. ഇത് ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് പല രാജ്യങ്ങളിലും സ്വപ്നം കാണാവുന്ന ഒരു പദവി നൽകി. അതിർത്തികൾക്കപ്പുറം സ്വീകാര്യതയുള്ളൊരു കറൻസി, ഉടമ്പടികളില്ലാത്ത വിശ്വാസ്യതയും സൈനിക പ്രയോഗമില്ലാത്ത അധികാരവുമായിരുന്നു അത്. ഇതെല്ലാം ഒരു യുദ്ധത്തിൽ നഷ്ടമായതല്ല കേട്ടോ, മറിച്ച് ഇന്ദിരാഗാന്ധി US സമ്മർദ്ദത്തിന് വഴങ്ങിയപ്പോൾ അടിയറവ് വെച്ചതാണ്. 1949 ബ്രിട്ടൻ പൗണ്ടിന്റെ മൂല്യം കുറച്ചു. സ്റ്റെർലിംഗ് വ്യവസായവുമായി ബന്ധിക്കപ്പെട്ടിരുന്ന ഇന്ത്യ യാതൊരു ചർച്ചകളോ പരമാധികാര തീരുമാനങ്ങളോ ഇല്ലാതെ തന്നെ അത് പിന്തുടർന്നു. രൂപയുടെ മൂല്യം ഏകദേശം 30% ഇടിഞ്ഞു. ഡോളറിന് 4.76 രൂപ എന്ന നിലയിലായി. ഇതൊരു നയപരമായ തീരുമാനമായിരുന്നില്ല, മറിച്ച് കൊളോണിയൽ കാലഘട്ടത്തിന്റെ ബാക്കി പത്രമായിരുന്നു. എങ്കിലും ആഘാതങ്ങൾ പരിമിതമായിരുന്നു. രൂപയുടെ വിശ്വാസ്യത നിലനിന്നു. ഗൾഫ് രാജ്യങ്ങൾ രൂപയെ വിശ്വസിച്ചു. ആഫ്രിക്ക അത് ഉപയോഗിക്കുന്നത് തുടർന്നു. യഥാർത്ഥ വിള്ളൽ പിന്നീട് സംഭവിച്ചു. അതായിരുന്നു 1966 ഇന്ദിരാഗാന്ധിയുടെ തീരുമാനം. 1966 ഡോളറിന് വേണ്ടി ഇന്ത്യ സ്വന്തം സാമ്പത്തിക പദവിയും പരമാധികാരവും ഇല്ലാതാക്കി. ആ വർഷത്തെ ഒരു സാധാരണ പ്രഭാതത്തിൽ ഇന്ത്യ കൂടുതൽ ദരിദ്രമായി ഉണർന്നു. നിശബ്ദമായും സാങ്കേതികമായും പൊതുചർച്ചകളില്ലാതെയും രൂപയുടെ വിനിമയ നിരക്ക് ഡോളറിന് 4.76 നിന്ന് 7.50 മാറി. ആ ഒറ്റ പ്രഖ്യാപനത്തിലൂടെ ഇന്ത്യൻ രൂപയ്ക്ക് ചാർട്ടുകളിലെ അക്കങ്ങളെക്കാൾ മൂല്യമുള്ള ഒന്ന് നഷ്ടമായി. അത് വിശ്വാസ്യതയായിരുന്നു. ഈ തീരുമാനം സാങ്കേതികവും അനിവാര്യമാണെന്ന് അവതരിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇത് പെട്ടെന്നുള്ളതോ ഒഴിവാക്കാൻ കഴിയാത്തതോ ആയിരുന്നില്ലെന്ന് ചരിത്രം വ്യക്തമാക്കുന്നു. ആഴ്ചകൾ നീണ്ട സമ്മർദ്ദങ്ങളിലൂടെയും സൃഷ്ടിക്കപ്പെട്ട ചർച്ചകളുടെയും അനന്തരഫലമായിരുന്നു അത്. കാരണം ഭരണപരിചയമില്ലാത്ത ഒരു യുവ പ്രധാനമന്ത്രി ദുർബലമായ സാഹചര്യത്തിൽ ഭരിക്കുന്നതിന്റെ വില തിരിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. അധികാരം ഏറ്റെടുത്ത മാസങ്ങൾക്കുള്ളിൽ തന്നെ തകർന്നടിഞ്ഞ സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ദിരാഗാന്ധി നേരിട്ടത്. ഇന്ത്യക്ക് ഭക്ഷ്യസഹായം ആവശ്യമായിരുന്നു. വാഷിംഗ്ടണും വേൾഡ് ബാങ്കും IMFും ഇത് കൃത്യമായി മനസ്സിലാക്കി. സന്ദേശം ലളിതമായിരുന്നു: സഹായം വരും, പക്ഷേ മാറ്റങ്ങൾ വരുത്തണം. മൂല്യചർച്ചയായിരുന്നു ആ മാറ്റം. ന്യൂഡൽഹിയിലെ സാമ്പത്തിക വിദഗ്ധർ ഇന്നത്തെ കാലത്തെ നോബൽ സമ്മാനം കിട്ടിയ നമ്മുടെ തോമസ് സാറിനെ പോലെ ഡോക്ടറേറ്റ് കിട്ടിയ സാമ്പത്തിക ശാസ്ത്രജ്ഞർ വിദേശ സഹായം ലഭ്യമാക്കാനും ബാലൻസ് ഓഫ് പേയ്മെന്റ് സ്ഥിരത കൈവരിക്കാനുമാണ് ഈ നീക്കം നടത്തിയത്. എന്നാൽ ഇന്ത്യയുടെ വ്യാപാര പങ്കാളികൾക്ക് ഇത് നൽകിയ സന്ദേശം മറ്റൊന്നായിരുന്നു. വിദേശ സമ്മർദ്ദത്തിന് വഴങ്ങി ഒറ്റ രാത്രി കൊണ്ട് മൂല്യം കുറയ്ക്കാൻ കഴിയുന്ന ഒരു കറൻസിയെ വിശ്വസിക്കാൻ കഴിയില്ല എന്നായിരുന്നു അത്. പേർഷ്യൻ ഗൾഫിലായിരുന്നു ഇതിന്റെ ആഘാതം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത്. അന്ന് കുവൈറ്റ്, ബഹ്റിൻ, ഖത്തർ, ഒമാൻ, പിന്നീട് UAE ആയി മാറിയ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ ഗൾഫ് രൂപയായിരുന്നു പ്രചാരത്തിലുണ്ടായിരുന്നത്.
ഇന്ത്യൻ തൊഴിലാളികൾക്ക് ശമ്പളം നൽകിയിരുന്നതും പ്രാദേശിക വിപണികൾ പ്രവർത്തിച്ചിരുന്നതും ഈ കറൻസിയിലായിരുന്നു. രൂപ സുസ്ഥിരമാണെന്നും ഇന്ത്യ വിശ്വസ്തരായ ഈശ്വരാണെന്നുമുള്ള ധാരണയിലാണ് ഈ വ്യവസ്ഥ നിലനിന്നിരുന്നത്. എന്നാൽ 1966 മൂല്യച്ചർച്ച ആ വിശ്വാസം തകർത്തു. ഗൾഫ് ഗവൺമെന്റുകൾ ഉടൻ തന്നെ ഇന്ത്യൻ രൂപയിലുള്ള തങ്ങളുടെ ആശ്രിതത്വം പുനർചിന്തിക്കാൻ തുടങ്ങി. ഇന്ത്യക്ക് ഒരിക്കൽ മൂല്യം കുറയ്ക്കാമെങ്കിൽ ഇനിയും അത് ആവർത്തിക്കാമെന്ന ലളിതമായ യുക്തിയായിരുന്നു അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. എണ്ണ വരുമാനം വർദ്ധിക്കുന്ന കാലമായിരുന്നു അത്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഗൾഫ് രൂപ ഉപേക്ഷിക്കപ്പെട്ടു. ഓരോ ഗൾഫ് രാജ്യങ്ങളും സ്വന്തം കറൻസികൾ അവതരിപ്പിക്കുകയും അവയെ US ഡോളറുമായി ബന്ധിപ്പിക്കുകയും ചെയ്തു. തങ്ങൾക്ക് എന്ത് നഷ്ടപ്പെട്ടുവെന്ന് ഇന്ത്യ അന്ന് തിരിച്ചറിഞ്ഞില്ല. നഷ്ടപ്പെട്ടത് ഒരു കറൻസി വ്യവസ്ഥ മാത്രമല്ല, പകരം ലോകത്തിന് മേലുണ്ടായിരുന്ന സ്വാധീനമായിരുന്നു. നേപ്പാളും ഭൂട്ടാനും ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളും രൂപയെ കൈവിട്ടു. രൂപ ദുർബലമായതുകൊണ്ടല്ല അത് തകർന്നത്, മറിച്ച് അത് ഉപേക്ഷിക്കാവുന്ന ഒന്നായി പരിഗണിക്കപ്പെട്ടതുകൊണ്ടാണ്. ബാങ്കുകൾ ദേശസാൽക്കരിച്ചതും വിദേശ ശക്തികളെ എതിർത്തതും പിൻകാലത്ത് ഇന്ദിരാഗാന്ധി ഒരു ശക്തയായ നേതാവായി അറിയപ്പെട്ടെങ്കിലും 1966 ഏറ്റവും നിർണായകമായ കറൻസി വിഷയത്തിൽ അവർ തോറ്റുപോയി. മൂല്യത്തകർച്ചയിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായങ്ങൾ പൂർണ്ണമായി ലഭിച്ചതുമില്ല. ഇതിനെ തുടർന്ന് രാഷ്ട്രീയ തിരിച്ചടികൾ നേരിട്ടതോടെ അവർ ഉപദേശകരിൽ നിന്നകന്നു. എന്നാൽ അപ്പോഴേക്കും നാശനഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരുന്നു. സൽപ്പേര് പോലെ തന്നെ കറൻസിയുടെ വിശ്വാസ്യതയും കെട്ടിപ്പടുക്കാൻ പ്രയാസവും തകർക്കാൻ എളുപ്പവുമാണ്. 1991 ഇന്ത്യ ഉദാരവൽക്കരണത്തിലൂടെ വളർച്ച കൈവരിച്ചെങ്കിലും രൂപയ്ക്ക് അതിന്റെ പഴയ പദവി തിരിച്ചുപിടിക്കാനായില്ല. അപ്പോഴേക്കും ഡോളർ ഗൾഫും ആഗോള വ്യാപാരവും കീഴടക്കിയിരുന്നു. ഇതാണ് അമേരിക്കയെ ഇന്നത്തെ ആഗോള ശക്തിയാക്കി മാറ്റിയ പെട്രോ ഡോളർ യുഗത്തിന് തുടക്കമിട്ടത്. ഇന്ത്യൻ വിദ്യാലയങ്ങളിലോ സാമ്പത്തിക ചരിത്രങ്ങളിലോ 1966 ഈ മൂല്യചർച്ച ഒരു നിർണായക വഴിത്തിരിവായി പഠിപ്പിക്കാറില്ല. മാധ്യമങ്ങളിൽ ഇതൊരു ദൗർഭാഗ്യകരമായ അനിവാര്യതയായി മാത്രം ചിത്രീകരിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ സാമ്പത്തിക നേതൃത്വത്തിൽ നിന്ന് ഇന്ത്യ സ്വയം പിന്മാറിയ നിമിഷങ്ങളായിരുന്നു അത്. ഒരു യുദ്ധമോ ഉപരോധമോ ഇതിന് കാരണമായില്ല. അതൊരു തിരഞ്ഞെടുപ്പായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ്. ഇതിലൂടെ ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറയ്ക്കുക മാത്രമല്ല ചെയ്തത്, ഒരിക്കലും തിരിച്ചുപിടിക്കാനാവാത്ത വിധം തങ്ങളുടെ അധികാരസ്ഥാനം നിശബ്ദമായി കീഴടക്കുകയായിരുന്നു. 1966 സംഭവത്തെ ഇന്ന് പ്രസക്തമാക്കുന്നത് അന്നത്തെയും ഇന്നത്തെയും മാറ്റങ്ങളാണ്. ഇന്നും അമേരിക്ക വ്യാപാരം, താരിഫ് തുടങ്ങിയ വിഷയങ്ങളിൽ ഇന്ത്യക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഇത്തവണ ഇന്ത്യൻ കറൻസിയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. നരേന്ദ്രമോദിയുടെ കീഴിൽ സാമ്പത്തികമോ തന്ത്രപരമോ ആയ സ്വയംഭരണത്തെ ബാധിക്കുന്ന ആവശ്യങ്ങളെ ന്യൂഡൽഹി പ്രതിരോധിച്ചു. പരമാധികാരം പണയം വെച്ച് ഇളവുകൾ വാങ്ങുന്നതിന് പകരം തങ്ങളുടെ നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിന്നു. ഈ മാറ്റം സാഹചര്യങ്ങൾ കൊണ്ടല്ല, മറിച്ച് ഇന്ത്യയുടെ സമീപനത്തിൽ വന്ന മാറ്റം കൊണ്ടാണ്. ഞാൻ എങ്ങനെ മോദിയുടെ ഭക്തനായി എന്നതിനുള്ള പ്രത്യക്ഷ തെളിവാണിത്.